ഇപ്പോഴത്തെ ഡിജിറ്റൽ AI എക്കോസിസ്റ്റം എന്ന് പറയുന്നതിൻ്റെ അകത്ത് വാർഫെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഴുവനും എയർ വാർഫെയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇത് കംപ്ലീറ്റ് ഡിജിറ്റലിയാണ്. അതായത് AI ഉപയോഗിച്ചുള്ള റഡാറാണ് ശത്രുവിൻ്റെ വിമാനം. അതേപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ടൊരു പോയിന്റിലോട്ട് കിടക്കാം. അതായത് ഈ പറയുന്ന റഫേലിനകത്ത് അതിനകത്ത് വെച്ചിരിക്കുന്ന ഡിജിറ്റൽ AI സിസ്റ്റത്തിനകത്ത് ശത്രുവിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ മിസൈലുകൾ ജാം ചെയ്യാൻ സാധിക്കും. പ്രധാനമായിട്ട് പറയുന്നത് ഏറ്റവും വലിയ സംഭവമാണ്. അതായത് റഫേലിൻ്റെ ഏറ്റവും വലിയ സംഭവമായിട്ട് അവർ പറയുന്നത് ശത്രു വിമാനം നമ്മുടെ മുമ്പിൽ വരുന്നു. അതായത് എയർ എൻഗേജ്മെൻറ്റ്, അതായത് ഏരിയൽ എൻഗേജ്മെൻ്റ് എന്ന് ഇതിന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ധൂർ കോൺഫ്ലിക്റ്റിൽ ഏരിയൽ എൻഗേജ്മെൻ്റ് ഉണ്ടായി. നമ്മുടെ ഭാഗത്തുനിന്ന് ഏകദേശം 70 എയർക്രാഫ്റ്റ്, അവരുടെ ഭാഗത്ത് 40ഓളം എയർക്രാഫ്റ്റ് ഉണ്ട് എന്നാണ് വിദേശ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും റിപ്പോർട്ട് ചെയ്യാൻ ഗവൺമെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പം അതിനകത്ത് ഈ പ്രധാനമായിട്ടും പറയുന്നത് എയർ ടു എയർ മിസൈലും അതേപോലെ തന്നെ ഈ പറയുന്ന റഫേലിനകത്തുള്ള ഈ ശത്രുവിൻ്റെ വിമാനത്തിൻ്റെ യുദ്ധവിമാനത്തിൻ്റെ മിസൈലുകൾ ജാമർ ചെയ്യാൻ വേണ്ടി റഫേലിൻ്റെ ജാമറിന് പറ്റുമെന്നുള്ളതാണ്. അപ്പം അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അത് നടന്നോ ഇല്ലയോ അതിനെപ്പറ്റി നിങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്. കാരണം പ്രധാനപ്പെട്ട ഒരു കീ പോയിന്റാണ്. പിന്നീട് എന്ത് സംഭവിച്ചു അതിനെപ്പറ്റി നിങ്ങൾക്കറിയാം. ഇതിനെപ്പറ്റി ഒന്നും ഞാൻ ഫർദർ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ചൈനയുടെ പ്രോക്സിയാണ്. ഈ ചൈനയ്ക്ക് 5th ജനറേഷൻ എയർക്രാഫ്റ്റ് അവർ ട്രയലല്ല, അത് ശക്തമായിട്ട് അവരുടെ പല പരീക്ഷണങ്ങളും അവർ ഉപയോഗിക്കുന്നുണ്ട്.